Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ കറിയുടെ കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്ത് ഒരു സ്നാക്സ് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് ജീരകശാല റൈസാണ്. അതൊരു 4-5 മണിക്കൂർ, ഒരു 5 മണിക്കൂർ തന്നെ നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ മുഴുവനായിട്ട് പോകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിതിന് പകരം പച്ചരിയും അല്ലെങ്കിൽ ഇഡ്ഡലി റൈസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ റൈസ് യൂസ് ചെയ്യുമ്പോൾ ആ വട്ടയപ്പത്തിന് വേറെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു ഗീ റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ള അതൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ റൈസ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരിയോ അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതായാലും യൂസ് ചെയ്താൽ മതി. ഏത് റൈസായാലും ഒരു 5 മണിക്കൂറോളം സോക്ക് ചെയ്തെടുക്കുക. നല്ല സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിതൊരു 5 മണിക്കൂറോളം സോക്ക് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ള റൈസാണിത്. അപ്പോൾ ഇനി ഇതിന് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ബോയിൽഡ് റൈസ്, അതായത് നമ്മുടെ ചോറ്, അത് വേണം. പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് വേണം. പിന്നെ ഒരു 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക്, കുറച്ച് നല്ല തിക്കായിട്ടുള്ള മിൽക്ക് എടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് ഏലക്കായപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അതായത് നമ്മൾക്ക് സ്നാക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യും. അല്ല നമ്മൾ കറീൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ മധുരം കുറച്ച് നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ ഇടുമല്ലോ, അതുപോലെ കുറച്ച് മധുരം ഇട്ടാൽ മതി. ഇത് സ്നാക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് മധുരം ആഡ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കണം. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം വലിയൊരു ജാറായതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ചെറിയ ജാറൊക്കെ ആണെങ്കിൽ 2 തവണയായിട്ടൊക്കെ അരച്ചെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ എടുക്കുന്ന സമയത്ത് ആ ചിരട്ടയുടെ ഭാഗം ഉൾപ്പെടാതെ അതിൻ്റെ വൈറ്റ് മാത്രം പിന്നെ ചിരകിയെടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന് അത്ര വൈറ്റ് കളർ കിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ചോറ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സ്നാക്സ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പിന്നെ 1 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതെൻ്റെ വിട്ടുപോയതാണ്. പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ബാറ്റർ ഉള്ളത്. ഇഡ്ഡലി മാവൊന്നും പോലെ കൂടുതൽ തിക്കായിട്ടല്ല ഇതിൻ്റെ ബാറ്റർ ഉണ്ടാവുക. നമ്മുടെ വെള്ളയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവല്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് അവിടെ മൂടി വെക്കണം. ഇതൊരു നന്നായിട്ടിതൊന്ന് പൊങ്ങി വരുന്നത് വരെ, ഒരു ഡബിൾ സൈസായി വരുന്നത് വരെ നമുക്കവിടെ മൂടി വെക്കണം. ഈസ്റ്റും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഒരു 5 മുതൽ 6 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും. ഫെർമെൻറ്റേഷൻ ടൈം ചിലപ്പോൾ മാറ്റം വരാം കേട്ടോ.
അതൊക്കെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസ്റ്റൊക്കെ ആക്റ്റീവായിട്ട് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഒരു 5 മണിക്കൂർ മുതൽ ഒരു 6 മണിക്കൂർ വരെ, ചിലപ്പോൾ അതൊരു 8 മണിക്കൂർ വരെയൊക്കെ നമ്മളിങ്ങനെ മൂടി വെക്കേണ്ടി വരും. എന്തായാലും അത് നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ നമുക്കിതിവിടെ മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് അരക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ അരക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് എയർ ബബിൾസൊക്കെ ഉള്ള ഒരു ബാറ്ററാണിത്. അതിൻ്റെ കൂടുതൽ എയറൊക്കെ പോവാതെ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം കൂടി ഞാനിവിടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇത് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. ബാറ്ററി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ എയറൊക്കെ മുഴുവനായിട്ട് അങ്ങ് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പതഞ്ഞ് വന്ന അതോടുകൂടി തന്നെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ നല്ല കറക്റ്റ് ആ ഒരു സൈസിലുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ, സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലുള്ള കേക്ക് ടിന്നൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പം കുറച്ച് ഗീ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലും താഴെയൊക്കെ ആയിട്ട് നന്നായിട്ട് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്താലും മതി. അതിനുശേഷം ആവശ്യമുള്ളത്ര ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലാണോ വട്ടയപ്പം വേണ്ടത് ആ ഒരു തിക്നെസ്സിൽ നിങ്ങൾക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇതുപോലുള്ള ഒരു 3-3.5 തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഒരു സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മൂടിയൊന്ന് തുറന്ന് അതിലേക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പം സ്റ്റൗ നിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ബേക്കിംഗ് ടിന്നിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം തന്നെയാണിത്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ബാക്കിയുള്ള കുറച്ച് വട്ടയപ്പം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ആ മാവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വട്ടയപ്പം. 6 ഇഞ്ചിൻ്റെ മോൾഡിൽ തയ്യാറാക്കിയിട്ടുള്ള 3 വട്ടയപ്പവും അതുപോലെ തന്നെ ചെറിയൊരു ഇഡ്ഡലിയുടെയൊക്കെ വലുപ്പത്തിലുള്ള 2 വട്ടയപ്പമാണ് റെഡിയാക്കിയിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെത് 2 റൗണ്ട് ഷേപ്പും ഒരു സ്ക്വയർ ഷേപ്പുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.